റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ SI തസ്തികയിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ തീയതി ഇന്ത്യൻ റെയിൽവേ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. വരുന്ന മാസം, അതായത് ഡിസംബർ 2, 3 അതുപോലെ 9, 12 തീയതികളായിട്ടാണ് റിട്ടേൺ എക്സാം നടക്കാൻ പോകുന്നത്. CBT ബേസ്ഡ് ആയിരിക്കും, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ എക്സാം പാറ്റേൺ. എക്സാം പാറ്റേണിൽ വരുന്നത് അരിത്മാറ്റിക്, ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ഇത്രയും സബ്ജക്റ്റിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ 4 സ്റ്റേജുകളായിട്ടാണ് നടക്കുക. ആദ്യം CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതിൽ ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്കും അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൽ. ഫിസിക്കൽ അതിൽ ഒരു ഇവൻ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കേരള പോലീസിൻ്റെ പോലെ തന്നെ 8 ഇവൻ്റുകളിലായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. കേരള പോലീസിനേക്കാൾ ടൈം കുറവായിട്ടാണ് ഇതിൽ ഓരോ മെഷർമെൻറ്റിനും ഓരോ ഇവൻറ്റിനും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഓരോ കുട്ടികളും ഇതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ കൂടെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത സ്റ്റേജാണ് ഡോക്യുമെൻറ്റേഷൻ. CBT, PET, PMT, ഫിസിക്കൽ മെഷർമെൻറ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത സ്റ്റേജാണ്, 4th സ്റ്റേജാണ് ഡോക്യുമെൻറ്റേഷൻ. ഈ ഡോക്യുമെൻറ്റേഷനും കൂടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിനുശേഷമായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം വരാൻ പോകുന്ന 10 ദിവസം മാത്രമാണ് ഇനിയിപ്പം ഇതിനുള്ളത്. ഈ ദിവസങ്ങളിൽ മാക്സിമം ടു മാക്സിമം, കാരണം നല്ല വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണ്, ഗ്രാജുവേഷൻ ബേസ് തന്നെയാണ് ഇതിൻ്റെ സിലബസ് എങ്കിലും സിലബസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം +2 ബേസ് മാത്രമാണ് ഇതിൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എക്സാമിനേഷന് പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.